ഒരു സീരിയൽ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഭഗവാനെ, കേരളത്തിൽ ഇത്രയധികം സിനിമാ പ്രേമികൾ ഇതുപോലെ മണ്ടന്മാരാക്കുന്ന ഒരു സിനിമയിലേക്ക് ഇതുപോലെ ഇടിച്ചു കയറി കുത്തിയ ആൾക്കാർ വരണമെങ്കിൽ എന്തോ മായാജാലം നടന്നിട്ടുണ്ട്, എന്തോ കൂടോത്രം നടന്നിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഈ കളക്ഷൻ വരാൻ യാതൊരു സാധ്യതയുമില്ല. ഇപ്പോൾ ഒരു സീരിയൽ സിനിമയാണ് നിങ്ങൾ ആലോചിക്കണം. ഈ സീരിയൽ സിനിമയ്ക്ക് ശനിയാഴ്ച 7 കോടി രൂപ കളക്ഷൻ വന്നു. അതേപോലെ മൂന്നാം ദിവസം രണ്ടാം ദിവസം എന്ന് വെച്ചാൽ 8 കോടി രൂപ 14 ലക്ഷം രൂപ കളക്ഷൻ വന്നു കേരളത്തിൽ മാത്രം. അതുപോലെ തന്നെ ഒന്നാം ദിവസം 9 കോടി രൂപ 98 ലക്ഷം രൂപ കളക്ഷൻ വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ശരി, ആദ്യത്തെ ദിവസം 9 കോടി 98, രണ്ടാം ദിവസമായപ്പോൾ അത് 8 കോടി 14 ലക്ഷമായി, മൂന്നാം ദിവസമായപ്പോൾ അത് 7 കോടിയായി. ജനങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്, കളക്ഷൻ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ബ്രാൻഡ് വളരെ മോശമായ സിനിമയാണ്, ഈ പ്രാവശ്യം സീരിയൽ സിനിമയാണ് ഇറക്കിയെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് ഞായറാഴ്ച ഇപ്പോൾ എല്ലാവരും 500 ഷോ കേരളത്തിൽ കളിക്കുന്നുണ്ട്. 500 ഷോയും ഹൗസ്ഫുള്ളാണ്. എല്ലായിടത്തും നല്ല ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരു 9 കോടി കൂടി വരാം. ഇന്നിപ്പോൾ എല്ലാവർക്കും ഒഴിവാണ്, മഴ കാരണം ചിലപ്പോൾ എന്തെങ്കിലും കളക്ഷൻ കുറയാം. അതുപോലെ തന്നെ തെലുങ്കിൽ 3 ദിവസത്തെ മൊത്തം കളക്ഷൻ 15 കോടിയുണ്ട്. അതുപോലെ തന്നെ മൂന്നാം ദിവസം ഈ 4 കോടി രൂപയാണ് നമ്മുടെ UK, US ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കളക്ഷൻ വന്നിരിക്കുന്നത്. അവിടെയും ഇതുപോലെ തന്നെ ആൾക്കാരൊക്കെ നല്ല പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കളക്ഷൻ കുറഞ്ഞിരിക്കുന്നത്, പ്രീ ബുക്കിംഗ് അവിടെ കുറവാണ്. അപ്പോൾ അതിൽ ഫാൻസ് ഷോകൾ മുടക്ക കുറവാണ്. അപ്പോൾ അതൊക്കെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഞെട്ടിപ്പോണ കാര്യം എന്താണ്, ഇതുപോലെ ഒരു സീരിയൽ സിനിമയ്ക്ക് ഇതുപോലെ ജനങ്ങൾ ഇത് പിന്തുണ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാലിന് കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1ഉം 2ഉം അത്ര വലിയ ഹൈപ്പ് വെച്ചിട്ടാണ് മോഹൻലാൽ ആ സിനിമ നിർത്തിയത്. ആ ഹൈപ്പ് ഇതിനുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് വ്യാഴം, വെള്ളി, ശനി, ഞായർ കഴിഞ്ഞു പൂത്തിരി കത്തിക്കൽ കഴിഞ്ഞു. ഇനി പടക്കം പൊട്ടിക്കാനില്ല, കഴിഞ്ഞു. തിങ്കളാഴ്ച തൊട്ട് എല്ലാ ഷോകളും നിർത്തിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇനി ഇവിടെ നിന്ന് തുടക്കം വയ്ക്കുക. തിങ്കളാഴ്ച തൊട്ട് ഈ സിനിമയ്ക്ക് ഒരു 4 കോടി 5 കോടി കിട്ടിയ ഭാഗ്യം. അങ്ങനെയായിരിക്കും ഇനി പോക്ക്. നമ്മൾ ബുക്ക് മൈ ഷോയിൽ എടുത്തു നോക്കിയാൽ അറിയാം, ഞായറാഴ്ച വരെ ബുക്കിങ്ങുള്ളൂ, തിങ്കളാഴ്ച തൊട്ട് ബുക്കിംഗ് വളരെ ശൂന്യമാണ്. അപ്പോൾ കേരളത്തിൽ ഒരു സീരിയൽ സിനിമ എടുത്തിട്ട് ഇതുപോലെ വിജയിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും ഈ ട്രാക്ടർമാരൊക്കെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുന്നത്. അതെന്താണ്, ഇവർ 1, 2 ദൃശ്യം 1, 2 ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രാൻഡ് നെയിം, അതാണ് ഈ സിനിമയുടെ ഇപ്പോഴത്തെ കളക്ഷൻ്റെ പോയിന്റ്. പിന്നെ സിനിമ ഈ ആഴ്ച ഒരു പടം റിലീസില്ല, ഏതോ ഒരു ചെറിയ പടം മാത്രമേ റിലീസുള്ളൂ. എല്ലാ തിയേറ്ററിലും, കേരളത്തിലെ എല്ലാ സിറ്റിയിലും, എല്ലാ തിയേറ്ററിലും ദൃശ്യം തന്നെയാണ് കളിക്കുന്നത്. ഈ ഒരാഴ്ച മാത്രമാണ് കേട്ടോ, ഈ 4 ദിവസം മാത്രമേ ദൃശ്യം കളിക്കുള്ളൂ. അത് കഴിയുമ്പോൾ പല സ്ഥലത്തുനിന്നും ദൃശ്യം മടക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു ഹൈപ്പ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ കളക്ഷൻ വന്നത്. ഇപ്പോൾ 50 കോടി രൂപ ഞായറാഴ്ചയോട് കൂടിയിട്ട് ഇപ്പോൾ ആകെ ഒരു 30 കോടി രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ചയ്ക്ക് എന്തായാലും 50 കോടി ക്ലബ്ബിൽ കയറാൻ സാധ്യതയില്ല. ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളും ചൊവ്വയും ബുധനായിട്ട് ചിലപ്പോൾ 50 കോടി ക്ലബ്ബിൽ കയറും. അപ്പോഴേക്കും 100 കോടി ക്ലബ്ബിൽ കയറി എന്ന് പറഞ്ഞിട്ടുള്ള വാൾ പോസ്റ്റുകളും തള്ളലൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര PR വർക്കാണ് നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതുപോലെ മോശമായിട്ടും അതിൻ്റെ സിനിമയെ കുറിച്ച് കൃത്യമായിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ കാശ് മേടിച്ച് നല്ല തള്ളാണത്. അതുപോലെ ഇതുപോലെ സിനിമ ഇതുപോലെ ഹൈപ്പായിട്ട് പോകുന്നത്. ഒരു റിവ്യൂ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് റിവ്യൂ കഴിയുമ്പോഴേക്കും 10 റിവ്യൂ വേറെ വരുന്നു PROക്കാരുടെ ഈ പടത്തിനെ കുറിച്ചുള്ള വാഴ്ത്തിപ്പാട്ടുകൾ. അങ്ങനെ വരുമ്പോൾ പിന്നെ ആൾക്കാർ എന്താ കാണുക, എന്തായാലും എല്ലാവരും പോയി കാണട്ടെ, എല്ലാവരും കാശ് പോട്ടെ. അതന്നെയാണ് വേണ്ടത് ഇവിടെ കേരളത്തിൽ. ഇതുപോലെ കാശ് വാരി കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സീരിയൽ സിനിമ വെച്ചിട്ട് ഇതുപോലെ കാശ് വാരി കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മണ്ടന്മാരുടെ എണ്ണം കൂടിയെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.